Hi, all, welcome back to Selmo's Engineering World. Power BI. BI stands for Business Intelligent. അതെങ്ങനെ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ജസ്റ്റ് ഒന്ന് പവർ ബി ഐ ഇന്ന് അടിക്കുക, ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് എടുക്കുക, അതിൽ ഇംഗ്ലീഷ് കൊടുക്കുക, ഇംഗ്ലീഷ് കൊടുത്ത ശേഷം ഡൗൺലോഡ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വെരി വെരി ക്രൂഷ്യൽ ആൻഡ് ഡൗൺലോഡാണ്. നമ്മൾ ഡെസ്ക്ടോപ്പ് ഏതാണോ 32 ബൈറ്റ് ആണോ അതോ 64 ബൈറ്റ് ആണോ വാട്ട് എവർ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിങ്സിൽ പോയിട്ട് നമ്മളെ സിസ്റ്റം ടൈപ്പ് ഏതാണെന്ന് നമ്മൾ ജസ്റ്റ് എൻഷുർ ചെയ്യണം. ആഫ്റ്റർ ദാറ്റിന് മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ 64 ബൈറ്റ് ഉള്ളവർക്ക് 32 അല്ലെങ്കിൽ 32 ഉള്ളവർക്ക് 64 ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ മിസ്റ്റേക്സസ് ആപ്പൻ. സോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ സിസ്റ്റത്തിൽ പോവുക. സിസ്റ്റം ഒന്നുകിൽ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ സിസ്റ്റം ഇൻഫോർമേഷൻ എന്നാണ് ഒരു ഓപ്ഷൻ. അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഡിപ്പെൻസ് ഓൺ ആണ്, നിങ്ങൾ എവിടെയാണ് കിട്ടുക അറിയില്ല. എന്തെങ്കിലും സെറ്റിങ്സിൽ പോയിട്ട് സിസ്റ്റം ഇൻഫോർമേഷൻസ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഏതാണോ സിസ്റ്റം ടൈപ്പ് ഉണ്ടാവും, സിസ്റ്റം ടൈപ്പ് എന്നാണ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് കണ്ടോ, സിസ്റ്റം ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് എടുക്കുക. സോ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് സിസ്റ്റം ടൈപ്പ് 64 ആണോ അല്ലെങ്കിൽ 32 ബൈറ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ഡൗൺലോഡാണ് അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതേപോലെ പോകാൻ എൻ്റെ 64 ആയതുകൊണ്ട് തന്നെ 64 സെലക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് അത് നമ്മൾ സാധാ ഏതൊരു, ഇപ്പോൾ നമ്മൾ പ്ലാൻ സ്വിഫ്റ്റ് ഡൗൺലോഡ് ചെയ്തില്ലേ അതൊക്കെ പോലെ തന്നെയാണ്. പ്രിമോവറ ഡൗൺലോഡ് ചെയ്തു, അതെല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സെഷൻ വരുമ്പോൾ മാത്രമേ കുറച്ച് ഡിഫിക്കൽട്ടി അല്ല, ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്താൽ മതി നിങ്ങളുടെ സിസ്റ്റം ഏത് ബൈറ്റാണെന്ന്. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് ആണ് ഒക്കെ നമ്മൾ നോക്കി എന്താണ് പവർ ബി ഐ എന്നുള്ളതിലോട്ട് നമുക്ക് കടക്കാം. പവർ ബി ഐ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളാണ്. നമ്മൾ ഡബ്ല്യു ഇല്ലേ അതേപോലൊക്കെ തന്നെ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടിയും ഒന്ന് ഇത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നതാണ് ഗൂഗിൾ സെർച്ച് വോളിയമാണ്. മെയിനായിട്ട് ഗൂഗിളിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു ടൂളാണിത് പവർ ബി ഐ എന്ന് പറയുന്നത്. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിൽ ഗൂഗിളിൻ്റെ ട്രെൻഡ് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, എന്താ പറയുക, ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് അത് വളരെ ഹെൽപ്ഫുള്ളാണ് ആസ് എ ബിസിനസ് പേഴ്സൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്യാനായിക്കോട്ടെ, പ്ലാനിങ് വാട്ട് എവർ, നമുക്ക് അതൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ ഡാറ്റ കണക്ടിവിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. പെർഫോമൻസ് ഡാഷ്ബോർഡായിട്ട് നമുക്കത് കാണിക്കും. സോ നമുക്ക് ഇതേപോലെയൊക്കെ ആയിരിക്കും അവർ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇമേജ് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് ചെയ്തത്. ഇനി ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. സോ അത് എന്താ പറയുക, നമ്മൾ ആദ്യം തന്നെ ഇത് ഇങ്ങനെ നോക്കി പഠിച്ചിട്ട് കാര്യമില്ല, ചെയ്ത് തന്നെ പഠിക്കുക. മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. പ്രാക്ടീസ് മേക്ക് എന്താ പറയുക പെർഫെക്റ്റ് ആക്കും. സോ ഇത്രയേ ഉള്ളൂ. ഇത് ഡൗൺലോഡായി കിടക്കുന്നുണ്ട് കേട്ടോ, ഡൗൺലോഡ് ആവുന്നുണ്ട്. അവിടെ ഡൗൺലോഡ് ആവട്ടെ എന്ന് ജസ്റ്റ് തന്നെയാണ്. സോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വിഷ്വലായിട്ടുള്ള ഡാറ്റാസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഒരുപാട് ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് ചാർട്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാർട്ട്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ. പവർ ബി ഐൻ്റെ ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ ഇത്രയല്ല, അതിന് കൂടുതലുണ്ട്. പക്ഷേ മേജറായിട്ടുള്ളൊരു ഇൻട്രോ പറയുകയാണെങ്കിൽ പവർ ബി ഐൻ്റേത് പറയുകയാണെങ്കിൽ ഇതാണ്. എന്തൊക്കെ പറഞ്ഞത്, ഒരു ബിസിനസ്, ബി ഐ സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ് ഇൻ്റലിജൻറ്റ്. ടാബ്ലോ ഒക്കെ പോലെ തന്നെ ഉള്ളതാണ്. ഒരുപാട് വിഷ്വലൈസേഷൻ ടൂൾസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് മുകളിലോട്ട് ഡൗൺലോഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിന് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് അതിലോട്ട് പോകുമ്പോൾ നമുക്കിതാ മുകളിലായിട്ട് കാണുന്ന ഡൗൺലോഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വരും. സാധാരണ നമ്മൾ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ദാറ്റ്സ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സ് പോലെ തന്നെ ജസ്റ്റ് കൊടുക്കുക. ഈ ഒരു ഇത് വരുന്നത് എവിടെ നിന്ന് മനസ്സിലായില്ലേ, നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ടോ, ഡൗൺലോഡ്സിലാണല്ലോ വരിക ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ. അവിടെ പോയിട്ട് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാവും കിടക്കുന്നത്. അപ്പോൾ എത്രയാണോ നമ്മൾ എടുത്തത് 64 ബൈറ്റിൻ്റെ ഞാൻ എടുത്തത്, അപ്പോൾ അതിന് മുകളിലായിട്ട് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. ഫ്രം ദ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാക്സിമം നോക്കുക. സിസ്റ്റം സപ്പോർട്ട് ചെയ്യാത്തുണ്ടെങ്കിൽ ജസ്റ്റ് എനി മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടാവും. സോ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതേപോലെ ഒന്ന് തുറന്ന് വരും. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് വരും.
സോ ഇങ്ങനെ വരും. ലാസ്റ്റ് എന്താണ്, പ്രിപ്പയർ ടു ഇൻസ്റ്റാൾ ആണ്. ഇതിങ്ങനെ ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങുകയാണ് നമ്മളത് സിസ്റ്റം. സോ ഇത് ലാസ്റ്റ് ഫൈനൽ പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ നെക്സ്റ്റ് കൊടുക്കും. പിന്നെ നമുക്ക് എന്താ വരിക, ഏതൊരു ലൊക്കേഷനിലോട്ടാണ് നമുക്ക് ഈ ഒരു ഫയൽ ഇടേണ്ടത്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് ചോദിക്കും. വാട്ട് എവർ, ദാറ്റ്സ് ദ മെയിൻ തിങ്സ് ദാറ്റ് ഹാപ്പൻസ്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾക്ക് നമ്മൾ ഇതുവരെ എന്താ പറയുക, ഇൻസ്റ്റാൾ ചെയ്ത ഇതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. വേറെ പ്രോസസ്സൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊരു ജസ്റ്റ് ഒരു ഇതുണ്ട് എന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഇത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ടൈം കുറച്ചധികം എടുക്കും, അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ പവർ ബി ഐ ഇസ് റെഡി ഫോർ ദ വർക്ക്. സോ ഇതേപോലെ ഇങ്ങനെ ഇൻസ്റ്റാൾ ആയിട്ട് വരും കേട്ടോ. ഇൻസ്റ്റാളിങ് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ ഡെസ്ക്ടോപ്പ് 64 byte. ദെൻ ഫൈനലി വി ഗോട്ട് ദ എന്താ പറയുക, നമ്മളെ പവർ ബി ഐ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹൗ ടു യൂസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പർപ്പസസ്, അതേപോലെ എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. സോ ഇറ്റ്സ് ഹാവ് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ്. ആൻഡ് ഇതിൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ല, അത് തന്നെയാണ് ഇതിൽ മേജറായിട്ട് അഡ്വാൻറ്റേജസ്. സോ നിങ്ങൾക്ക് സെർച്ച് നോക്കാം, ഗൂഗിൾ ട്രെൻഡിൽ സെർച്ച് ചെയ്ത് നോക്കാം ഹൗ മച്ച് ഫോർ ദാറ്റ്. ദെൻ എന്താ വെച്ചാൽ നമുക്കിതിൽ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അവർ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക, വാട്ട് ഈസ് ദ പവർ ബി ഐ, എന്താണ് പവർ ബി ഐ, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ആസ് പെർ നമ്മൾക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ആസ് പെർ എന്തെങ്കിലും പ്രൊജക്ട് കോർഡിനേറ്റോ എന്തെങ്കിലും റോളുള്ള ആൾക്കാർക്ക്. സോ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് അവർ പറയുന്നത് എന്ന് നോക്കുക. സോ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.